ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കായ്പോളേൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ 3 നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. അത് നമ്മൾ 4 ഇതുപോലെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പഴം വാട്ടിയെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് നന്നായിട്ട് നമ്മൾ വാട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഈ പഴം വാട്ടുന്നതിന് മുമ്പ് നെയ്യിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ. എനിക്ക് ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിൽ കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അത് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സി എടുത്തിട്ട് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതേപോലെ 2 ഏലക്കയും ഇട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് മാറ്റി വെക്കാം. ഇനി ആ ബൗളിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള മിക്സും നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഈ പഴവും നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഏതിലാണോ വാട്ടിയിട്ടുള്ളത് പഴം ആ ഒരു പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും മുട്ടയും ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് നല്ലോണം നിരത്തി കൊടുക്കുക. ഇനി നമ്മൾ അടികട്ടിയുള്ള പാത്രത്തിൻ്റെ മുകളിൽ വേണം ഈ ഒരു പാന് കയറ്റി വെച്ചിട്ട് സിമ്മിൽ നമ്മൾ 15 മിനിറ്റ് വേവിച്ചെടുക്കുക. നിങ്ങൾ സിമ്മിൽ ഇടാൻ ഒരിക്കലും മറക്കരുത്, കരിഞ്ഞു പോവും. ഇനി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കുമ്പോൾ നമ്മളിത് വെന്തിട്ടുണ്ടാവും. ഇനി അത് എടുത്ത് മാറ്റി വെച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മളത് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ റെസിപ്പി. നല്ല ടേസ്റ്റാണ്. ചിലവർക്ക് വേണ്ട ഡെക്കറേഷനിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം. ഞാനിട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.